അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നൂർജഹാനും റിസ്വാൻ വക്കീലും നേരെ പോലീസ് സ്റ്റേഷനിലേക്ക്. അങ്ങനെയതാ അവർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ റിസ്വാൻ വക്കീലിനെ കണ്ടു. അവിടുത്തെ പോലീസുകാരന് നല്ല പരിചയമായിരുന്നു അവളെ. മേഡം ഇപ്പോൾ എന്താ ഇവിടെ? അത് ഞങ്ങളൊരു പരാതി കൊടുക്കുവാൻ വേണ്ടിയിട്ട്. മേഡത്തിന് പരാതിയോ? എന്ത് പരാതിയാണ് മേഡത്തിന്? ഇവരാരാണ്? ഇവരെൻ്റെ ഫാമിലിയാണ്. അല്ല മേഡം, ഇപ്പോൾ കുറച്ചായല്ലേ കണ്ടിട്ടൊക്കെ. ഷാഫി, നീ ഇപ്പോൾ ഇവിടെയാണോ? അതെ, ഞാനിപ്പോൾ 6 മാസമായി ഇവിടെ ജോയിൻ ആയിട്ട്. ഓ അങ്ങനെ. അല്ല ഷാഫി, ഫാമിലി എങ്ങനെ പോകുന്നു? ഫാമിലി അത് മക്കളൊക്കെ ആയോ? എന്നാൽ അത് കേട്ടപ്പോൾ ഷാഫിയുടെ മനസ്സ് വല്ലാതെ അങ്ങ് വേദനിച്ചു. അവൻ്റെ കണ്ണുകൾ നിറയുന്നത് റിസ്വാന ശ്രദ്ധിച്ചു. എന്തു പറ്റി ഷാഫി? അത് ഞാൻ ഒന്നുമില്ല. അല്ലേ, ഫാമിലിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ സോറി, എന്താ പ്രോബ്ലം? അല്ല, കല്യാണമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. വിവാഹത്തിന് പങ്കെടുക്കാൻ എനിക്ക് പറ്റിയില്ല, അന്ന് ഞാൻ ഗൾഫിലായിരുന്നു. അല്ല, ഇരിക്കൂ. അല്ല, നിങ്ങളെന്താ വന്ന കാര്യം പറഞ്ഞില്ല. ഞാൻ പെട്ടെന്ന് വിശേഷങ്ങളിലേക്ക്. എന്നാൽ നൂർജഹാനെയും പരിചയപ്പെട്ടു. എന്താ പേര്? എൻ്റെ പേര് നൂർജഹാൻ. ഓ, എന്തായിരുന്നു? എന്തെങ്കിലും കേസിൻ്റെ കാര്യങ്ങൾ വല്ലതും? അതായത് എൻ്റെ ബ്രദറിനെ കാണുന്നില്ല. ബ്രദർ? എന്ത് പേര്? സഫീർ. ഓ ആ ശരി, ഓക്കെ. എന്ന് മുതൽ കാണാനില്ല? അതായത് അതിപ്പോൾ 3-4 ദിവസമായി കാണാനില്ലാതായിട്ട്. എപ്പോൾ മുതലാണ്? അല്ല റിസ്വാന മേഡം, എന്താണ് നിങ്ങളുടെ പ്രശ്നം? നിങ്ങളിവരുടെ കൂടെ തന്നെ? അതെ, അവളുടെ ഭർത്താവിനെയാണ് കാണാനില്ലാത്തത്, എൻ്റെ ആങ്ങളെയെയും. ശരിക്കും നൂർജഹാൻ്റെ വാക്ക് കേട്ട പോലീസ് ഒന്ന് ഞെട്ടി. അല്ല, മേഡത്തിൻ്റെ കല്യാണം കഴിഞ്ഞോ? കല്യാണം കഴിഞ്ഞു. അത്ര വലുതായിട്ടൊന്നും അല്ലായിരുന്നു, ചെറുതായിട്ടൊക്കെ ഒന്ന്. ഓക്കെ, എന്നാലും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അല്ല, ഇത്രയും വലിയൊരു വക്കീലായ നിങ്ങളുടെ ഭർത്താവിനെ കാണാനില്ലെന്ന് വെച്ചാൽ 3-4 ദിവസമായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇതുവരെ പരാതിയൊന്നും തന്നില്ല? എന്നാൽ ഒരു നിമിഷം അതാ നൂർജഹാൻ തന്നെ കാര്യങ്ങൾ പറഞ്ഞു. അതായത് മറ്റൊന്നുമല്ല, ഇവർ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞത് വീട്ടുകാരൊന്നും വല്ലാതെ അറിയില്ല. പക്ഷേ ആ വീട്ടിലേക്ക് ഞാനൊരു വധുവായിട്ടാണ് കയറി പോകുന്നത്, സഫീറിൻ്റെ ഭാര്യയായിട്ട്. അതായത് സഫീറിൻ്റെ കല്യാണമാണ് നടന്നിരുന്നത്. പക്ഷേ പാതി വഴിയിൽ വെച്ച് അവൻ വിവാഹപ്പന്തലിലേക്ക് എത്തിയില്ല. അതിനു മുമ്പേ തന്നെ അവന് പെട്ടെന്ന് മിസ്സായി. എന്നിട്ട് അവൻ്റെ ജ്യേഷ്ഠനാണ് എന്നെ വിവാഹം കഴിച്ചത്. ശരിക്കും അവൻക്ക് കാര്യങ്ങൾ പെട്ടെന്നൊന്നും മനസ്സിലായില്ല. എന്നാൽ വിശദമായി എല്ലാം നൂർജഹാൻ തന്നെ പറഞ്ഞു. പുളിക്കൽ തറവാടിൻ്റെ അവസ്ഥയും കാര്യങ്ങളും ജസീറിൻ്റെ അവസ്ഥയും മൊത്തത്തിലങ്ങ്. ഓ അങ്ങനെ. എന്നിട്ട് സഫീർ എവിടെയാണെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. റിസ്വാന മേഡം, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അപ്പോൾ ഇതുവരെ പരാതിയൊന്നും നൽകാത്തതിൻ്റെ കാരണം? റിസ്വാന വക്കീൽ പറഞ്ഞു. അതെ, എൻ്റെ ഭർത്താവ് ഒരു നിക്കാഹ് കർമ്മത്തിന് വേണ്ടി പോയതാണ്. പക്ഷേ ഞാൻ വിളിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി ഞാൻ ക്ഷമിച്ചു. എന്നാൽ ഇവർ തന്നെ എല്ലാം എന്നോട് പറഞ്ഞു. പിന്നെയാണ് മനസ്സിലായത് അദ്ദേഹം മിസ്സായിട്ടുണ്ട്. ആരോ എന്നല്ല, ജസീർ എന്നു പേരുള്ള എൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ തന്നെ അവനെ ഒളിപ്പിച്ചതായിരിക്കും എന്നുള്ളത്. പെട്ടെന്ന് തന്നെ നമുക്ക് അന്വേഷണങ്ങൾ ആരംഭിക്കാം. അങ്ങനെ അപ്പോൾ തന്നെ ഷാഫി SI അവിടെയുള്ള എല്ലാ സ്റ്റേഷനിലെ ആളുകളോടും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു വിടുന്നു. മാത്രമല്ല അവൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുക്കുവാനും ആവശ്യപ്പെടുന്നു. പക്ഷേ എത്രയായിട്ടും ഷാഫിക്ക് പിടികിട്ടുന്നില്ല ഇത് എന്താണ് സംഭവം എന്നുള്ളത്. പുളിക്കൽ തറവാടിൻ്റെ അവസ്ഥയൊന്നും ഷാഫിക്കറിയില്ല. എന്നാൽ ഈ സമയം റിസ്വാന വക്കീലിനോട് കാര്യങ്ങളെല്ലാം അവൻ ചോദിച്ചറിഞ്ഞു. കുറച്ചൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. എനിക്കൊന്നും വേണ്ട, എന്തായാലും വേണ്ടില്ല, എൻ്റെ ഭർത്താവിനെ എനിക്ക് തിരിച്ചു കിട്ടിയാൽ മാത്രം മതി. പോലീസിൻ്റെ അന്വേഷണമെല്ലാം ആരംഭിച്ചു പലയിടങ്ങളിലുമായിട്ട്. പക്ഷേ യാതൊരു രീതിയിലുള്ള റിസൾട്ടും ലഭിച്ചില്ല. അവർ സ്റ്റേഷനിൽ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് ഷാഫി SIയുടെ നമ്പർ അവൾക്ക് കൊടുത്തു. അതെ റിസ്വാന, ഒന്ന് വിളിക്കണം കേട്ടോ.
എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയാൽ എന്തെങ്കിലും തന്നെ അതിനെക്കുറിച്ച് അറിഞ്ഞാലും പെട്ടെന്ന് എന്നെ വാട്സപ്പ് ചെയ്ത് അറിയിക്കണം, ഓക്കെ? അങ്ങനെ അവർ അവിടെ നിന്നിറങ്ങി. റിസ്വാൻ വക്കീലിൻ്റെ മനസ്സിൽ ആ ഒരു ടെൻഷൻ മാത്രമായിരുന്നു. എന്നാൽ ഈ സമയം ജസീർ വീട്ടിൽ. അതെ, എത്രയായിട്ടും അവളെ കാണുന്നില്ല. നൂർജഹാൻ എവിടെയോ പോയിട്ടുണ്ട്. സ്വന്തം കാറെടുത്തിട്ടാണ് അവൾ പോയത്, ധിക്കരിച്ചുകൊണ്ട്. പക്ഷെ അവൾ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഉമ്മ, എവിടെ അവൾ? അവളല്ലേ കാറെടുത്ത് പോയത്? ഓഹോ, അല്പം അഹങ്കാരം അവൾക്ക് കൂടിയിട്ടുണ്ട്. അവൾ എൻ്റെ ഭാര്യയാണെന്നുള്ള കാര്യം പലപ്പോഴും അവൾ മറന്നു പോകുന്നു. അനുഭവിച്ചോ നല്ലോണം. നീയായിട്ട് തന്നെയല്ലേ അതിൽ ചെന്ന് ചാടിയത്? ഉമ്മയുടെ ആ ഒരു സംസാരം കേട്ടപ്പോൾ ജസീറിന് ദേഷ്യമാണ് വന്നത്. എന്നാൽ ഈ സമയം എത്രയൊക്കെ തന്നെ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ വിളിച്ചിട്ടും കിട്ടാത്തതിൽ റിസ്വാന വക്കീലിൻ്റെ ഫോണിലേക്ക് ഹാദിയ വിളിക്കുന്നു. ഹലോ, പിന്നെ സഫീറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് ഇക്ക പറഞ്ഞു. ഉംറയുടെ കാര്യം പറയാനും ഒക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഇൻഷാ അല്ലാ മുഹറത്തിൽ പോകുന്നുണ്ട്. നിങ്ങൾ കൂടെ പോരുന്നുണ്ടോ ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ നമുക്ക് ഒരുമിച്ച് പോകാലോ, അതായിരുന്നു. എന്നാൽ അത് കേട്ട് റിസ്വാന വിതുമ്പിപ്പോയി. തൻ്റെ ഭർത്താവിനെ കാണാനില്ല എന്നുള്ള വിവരം എങ്ങനെയെങ്കിലും ആഷി ഉസ്താദിനെ അറിയിക്കണം. കാരണം ആഷി ഉസ്താദും എൻ്റെ സഫീറും ഒരുമിച്ചായിരുന്നു എല്ലാത്തിനും. അവർ പഠനം പൂർത്തിയാക്കുവാൻ വേണ്ടി പോകുവാനും വേണ്ടി നിൽക്കുകയാണ്. ഹാദിയയും കൊണ്ടുപോവുകയാണ്. അങ്ങനെയുള്ള പ്ലാനിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യും? ഉംറ കഴിഞ്ഞാൽ അവർ തിരിച്ചു പോകും. പക്ഷേ എൻ്റെ സഫീർ എവിടെ എന്നുള്ള വിഷമം മാത്രമായിരുന്നു അവളുടെ ഉള്ളിൽ. പരാതി കൊടുത്തു, പക്ഷെ ഒന്നും ഇതുവരെ. എന്നാൽ ഹാദിയ ഫോൺ കൊടുത്തു ആഷി ഉസ്താദിൻ്റെ അടുത്ത്. ഹലോ ആഷി ഉസ്താദേ, എൻ്റെ ഉസ്താദേ. എന്താ മോളെ, നീ എന്തേ പറയുന്നത്? എന്താ? അതെ, സഫീറിനെ കാണുന്നില്ല. എന്ത് നീ പറയുന്നത്? നിങ്ങളിപ്പോൾ എവിടെയാണ് താമസം? അതുപോലും എനിക്ക് കറക്റ്റ് ലൊക്കേഷൻ അവൻ പറയാമെന്ന് പറഞ്ഞു. ഞാൻ കറക്റ്റ് ലൊക്കേഷൻ വിട്ടു തരണ്ടേ എന്നൊക്കെ പറഞ്ഞതായിരുന്നു. ഞങ്ങൾ പുതിയൊരു വീട്ടിൽ ആണിപ്പോൾ, പുതിയ വില്ലയിലാണ്, പ്രകൃതി രമണീയമായ സ്ഥലത്താണ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വിളിച്ച് വിവാഹത്തിന് വരണം, അങ്ങനെ ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് ഫോണും സ്വിച്ച് ഓഫ്. ആകെപ്പാടെ ഒരു വിഷമം. എന്ത് സത്യത്തിൽ സംഭവിച്ചത്? എവിടെയാണ് നിങ്ങൾ? ഒന്ന് കാണാൻ വരാൻ പറ്റുമോ? എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു മോളെ. നമുക്ക് 4 പേർക്കും കൂടി ഉംറക്ക് പോകണം എന്നൊക്കെയുള്ളൂ. മുഹറത്തിൽ ഏതെല്ലാം ഹജ്ജ് കഴിയട്ടെ എന്ന് വിചാരിച്ച് ഉംറക്ക് പോകണം എന്നുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനനുസരിച്ച് ടിക്കറ്റും കാര്യങ്ങളും എടുക്കാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ്. പക്ഷേ എന്താ ചെയ്യുക? ആഷി ഉസ്താദ് റിസ്വാനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നാൽ അവൾക്ക് കൂടുതലൊന്നും പറയാനുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ എന്ത് പറയാൻ? പക്ഷെ ആഷി ഉസ്താദ് വിടുന്ന മട്ടില്ല. മോളെ റിസ്വാന, പറ, എവിടെ സഫീർ? എവിടെയാണ്? എന്തു പറ്റി? അവൻ എങ്ങോട്ട് പോയത്? ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. ഞാൻ അന്വേഷിക്കട്ടെ ഒന്ന്? പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തോ? എന്താണ്? നീ എന്താ റിസ്വാന നീ ഒന്നും തുറന്നു പറയാത്തത്? ആഷിയുടെ ആ ഒരു സംസാരം ശരിക്കും വികാര നിർഭരമായിരുന്നു. പറ മോളെ റിസ്വാന, മോളെ എന്താ പറയാത്തത്? എന്നോടെന്താ മറച്ചു വെക്കുന്നത്? ഉസ്താദേ, ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തെ കാണുന്നില്ലെന്ന്. നീ എന്തായി പറയുന്നത്? ഞാൻ അങ്ങോട്ട് വരാം. നീ ലൊക്കേഷൻ വിട്, എവിടെയാണെന്ന് വെച്ചാൽ. ആ നിമിഷം തന്നെ ഉസ്താദിനെ ലൊക്കേഷൻ വിട്ടുകൊടുത്തു. ഒരു പക്ഷേ ഉസ്താദിൻ്റെ ആ ഒരു വാക്കുകൾ റിസ്വാന വക്കീലിന് അല്പം സാന്ത്വനമേകിയാലോ? അങ്ങനെ ഹാദിയും റിസ്വാന വക്കീലിൻ്റെ അരികിലേക്ക് വരുന്നു. ആ വീൽ ചെയർ അവൻ ഡിക്കിയിലേക്ക് വെച്ചു. അവളെ സീറ്റിൽ ചാരിയിരുത്തി ബെൽറ്റിട്ടു. അങ്ങനെ നമ്മുടെ ആഷി ഉസ്താദ് നേരെ റിസ്വാന വക്കീൽ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോരുന്നു. എന്നാൽ ഈ സമയം സഫീറിൻ്റെ വീട്ടിൽ നൂർജഹാനെ കാണാനില്ലാത്തത് കൊണ്ട് തന്നെ ജസീർ പരാതി പറയുന്നുണ്ട്. അവൾ എങ്ങോട്ട് പോയതാ? അവൾക്കെന്താ ഇത്ര അഹങ്കാരം? എൻ്റെ ഭാര്യയാണെന്നുള്ളൊരു ഓർമ്മയൊന്നുമില്ല, ഇതുവരെ വന്നില്ല. ഞാൻ പറഞ്ഞില്ലേ ജസീറെ, നീയായിട്ടാണ് ഇതിലെ ചാടിക്കയറിയതെന്ന്. ഇപ്പം എന്തായി? അവൾ പഠിപ്പിക്കുകയാണ് നമ്മളെ. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ നൂർജഹാൻ വളരെയധികം സ്പീഡിൽ കാറുമായി വരുന്നു. എത്തി. ഉമ്മ കുറച്ച് ബാക്കോട്ട് നിന്നു. ഉമ്മ എന്താ പിന്നോട്ട് നിൽക്കുന്നത്? അല്ല, അവളുടെ വാക്കുകൾ കേൾക്കാൻ കഴിയായിട്ട് തന്നെ. എന്നാൽ നൂർജഹാൻ
അവിടേക്ക് പെട്ടെന്ന് കയറി വരുന്നു. കോട്ടും സ്യൂട്ടുമെല്ലാം അണിഞ്ഞുകൊണ്ട് അവൾ വരുന്ന ആ ഒരു രംഗം ശരിക്കും ജസീറിനെയും ഉമ്മയെയും ഞെട്ടിച്ചു കളഞ്ഞു. ഹായ് എന്ന് പറഞ്ഞ് അവൾ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു. നേരെ ഡൈനിങ് ടേബിളിലേക്ക് അടുത്തേക്ക് ചെന്നു. എന്നിട്ട് സോഫയിൽ കാലിൽ കയറ്റി ഇരുന്ന് ഹലോ ഫോൺ എടുത്ത് അപ്പോഴേ വിളി തുടങ്ങി. ഹലോ, ആ പിന്നെ വീട്ടിലെത്തിയല്ലോ അല്ലേ? ഓക്കെ ഓക്കെ, ആ ഞാൻ വിളിക്കാം. ഓക്കെ ഓക്കെ. സെർവൻ ചായ കൊണ്ടുവരൂ. എന്നാൽ അത് കേട്ട് അതാ അവർ രണ്ടുപേരും ചിരിച്ചു. സെർവൻ്റ് അവൾക്ക് ചായ കൊണ്ടിപ്പോൾ കൊടുക്കും. എന്താ ഇതിവിടെ ഒച്ചപ്പാടും ബഹളമൊന്നുമില്ലാത്തേ? അവൾ നേരെ അതാ കിച്ചണിലേക്ക് ചെന്നു. ആഹാ, ഇവിടെയുള്ള രണ്ടുപേരിപ്പോൾ ഇവിടെ. ജസീർ എവിടെ? ഇവിടുത്തെ സെർവൻസൊക്കെ പോയി. ഇനി എന്താ സെർവൻസിൻ്റെ ആവശ്യം? നീ തന്നെ സെർവൻ്റെ ഇവിടെ അങ്ങ് നിൽക്ക്. നിനക്കെന്താ ജോലി? നീ ഇവിടുത്തെ അടുക്കളക്കാരിയാണ് ഇനി മുതൽ. ഉമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതേ മോളെ, നീ ഉണ്ടാകുമ്പോൾ ഇവിടെ സെർവൻറ്റിൻ്റെ ഒരു ആവശ്യമില്ല. നീ തന്നെയാണല്ലോ, നല്ല കുക്കാണല്ലോ, ക്ലീനറാണല്ലോ, ഒക്കെ നീയാണല്ലോ. തുടങ്ങിക്കൂടെ അങ്ങോട്ട് ജോലി. ജസീർ പെട്ടെന്ന്, അതെ എനിക്ക് ഉമ്മാക്കൊരു ചായ ഉണ്ടായി കൊണ്ടുപോവാം, പെട്ടെന്ന് വേഗം. എന്നാൽ അതാ അവൾക്ക് ദേഷ്യമാണ് പിടിച്ചത്. പക്ഷെ അവൾ പുറത്തൊന്നും കാണിക്കാതെ നേരെ കിച്ചണിലേക്ക് പോയി പാല് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് തിളപ്പിച്ചു. അതിലേക്ക് അല്പം ബ്രൂ കോഫി ഇട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കി പാകത്തിന് ഷുഗറും ചേർത്ത് അവൾ കോഫി അതൊരു കപ്പിലേക്ക് പകർന്നു. നേരെ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു. ഒരു ഗ്ലാസ് ഉള്ളൂ, ഇവിടെ ഞാനും ഉമ്മയുണ്ട്, അത് നീ അറിഞ്ഞില്ലേ? ആണോ? അവൾ പെട്ടെന്ന് തന്നെ ആ സോഫയിൽ ഇരുന്നു കൊണ്ട് അതാ ആ ഗ്ലാസ് ചായ കുടിക്കുന്നു. വാവ്, വെരി ഫാൻറ്റാസ്റ്റിക്. ഇത് ഏത് കമ്പനിയുടേതാ ഈ കോഫി? ബ്രൂ ആണെന്ന് തോന്നുന്നു അല്ലേ? ഭയങ്കര കിടാച്ചി ടേസ്റ്റ്. വാവ്. ശരിക്കും ജസീറിനും ഉമ്മാക്കും ദേഷ്യം വന്നു. അതെ, അവർക്ക് രണ്ടുപേർക്കും ചായ ഇടാൻ പറഞ്ഞിട്ട് ഇപ്പോൾ അവൾ ഒറ്റയ്ക്ക് കൊണ്ടുവന്ന് കുടിക്കുന്നു. ജസീർ, പിന്നെ ഈ കോഫി ഓക്കെയാണ്, നെക്സ്റ്റ് തവണയും ഇത് തന്നെ വാങ്ങിയാൽ മതി. ഉമ്മ, ഇത് ഓക്കെയാണ്, കുടിച്ച് നോക്കണോ അല്പം? എന്നാൽ അവർക്ക് ദേഷ്യമാണ് വന്നത്. അവർക്ക് കലി കയറി. അവളാണെങ്കിൽ നല്ല രീതിയിൽ അതാ ഒന്ന് കൊറിക്കുവാൻ വേണ്ടി നല്ല പൂള ചിപ്സും അല്പം എടുത്തിരുന്നു. കറുമുറ അത് അവൾ കഴിക്കുകയും അതിനിടയിൽ ആ കോഫി കുടിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് ദേഷ്യം കൊണ്ട് വിറച്ചുപോയി. എന്ത് പണിയാടി നൂർജഹാൻ ഈ കാണിക്കുന്നത്? അത് നിന്റെ ഭർത്താവല്ലേ? നിന്റെ ഭർത്താവിൻ്റെ മുമ്പിലിരുന്നിട്ട് നീ കോഫി കുടിക്കണോ? ഇത്രക്കും ബോധമില്ലാതെ പോയി നിനക്ക്? ഉമ്മ വേണ്ട, സൈലന്റ്. എന്നാൽ അവൾ പറഞ്ഞു. ഭർത്താവോ? ആ അതെ, താൽക്കാലികമായി കയറി വന്ന ഭർത്താവ് അല്ലേ? ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഒരു മാനനഷ്ടമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് താൽക്കാലികമായി ചുമതലയേറ്റ ഭർത്താവ് അല്ലേ? അതല്ലേ? അതെ, ഇനിയിപ്പോൾ ഒരു രീതിയിലും ഭർത്താവിന് ചായ ഉണ്ടാക്കി കൊടുക്കണം, ഭർത്താവിന് കോഫി ഉണ്ടാക്കി കൊടുക്കണം, ഭർത്താവിൻ്റെ ഉമ്മക്കുണ്ടാക്കി കൊടുക്കണം, അവരുടെ വസ്ത്രങ്ങൾ കഴുകണം, അവരുടെ അടിമയായി നിൽക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, പ്രത്യേകിച്ച് ഇസ്ലാമിലും പറഞ്ഞിട്ടില്ല. അതൊരിക്കലും പുരുഷൻ സ്ത്രീയോട് നീതി കാണിക്കണം എന്നാണ് പറഞ്ഞത്, ഏറ്റവും നല്ലതായിട്ട് പെരുമാറണം എന്നൊക്കെ. അങ്ങനെയൊക്കെയാണല്ലോ. പിന്നെ ഒരിക്കൽ പോലും നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരണമെന്നോ അടിമയെപ്പോലെ ജീവിക്കണമെന്നോ അതും പറഞ്ഞിട്ടില്ല. ഞാൻ കോഫി ഉണ്ടാക്കി കുടിച്ചു, നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഉണ്ടാക്കി കഴിക്കാം. ശരിക്കും ഉമ്മക്കും ജസീറിനും ദേഷ്യം വന്നു. നടക്കട അങ്ങോട്ട്, എനിക്ക് അവിടുന്ന് തരാം. വല്ലാത്തൊരു പുതുമ. ഈ പൊമ്പറന്നോളി എന്തിനാ അങ്ങോട്ട് വന്ന് കുഴിയെ എന്തിനാ വേണ്ടാത്ത പണിക്ക് തന്നത്? ഉമ്മ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ശരിക്കും അതാ ഉമ്മയും ജസീറും പെട്ടുപോയി എന്ന് തന്നെ പറയാം. എന്നാൽ പെട്ടെന്ന് ജസീർ അവൻ്റെ ഷർട്ട് ഊരി ആ ഒരു സോഫയിലേക്ക് അങ്ങ് എറിഞ്ഞു. ചൂടെടുക്കുന്നു, ഒന്ന് കുളിക്കട്ടെ. അതെ ജസീർ, കമോൺ. എന്താ? ആ ടീഷർട്ട് ഇവിടെയാണ് ഇടാറുള്ളത്, അത് കൊണ്ടുപോയി അലക്കുന്ന ഭാഗത്തേക്ക് വെക്കൂ. എന്താ ഇത് ഇത്രമാത്രം അലങ്കോലമായി അവിടെയും ഇവിടെയും വലിച്ചെറിഞ്ഞിട്ടുള്ള? ആരും എടുത്തു വെക്കുന്ന? ഇവിടെ സെർവൻസ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ പ്രത്യേകം ഞാൻ പറഞ്ഞേക്കാം, രണ്ടുപേരും ആവശ്യത്തിന് മാത്രം എല്ലാം യൂസ് ചെയ്താൽ മതി, ഒരുപാട് പരത്തിയിട്ടിട്ടേ. അതെ, ഇവിടെ ക്ലീനിങ്ങിന് ഒരിക്കലും എന്നെ കിട്ടില്ല, മനസ്സിലായല്ലോ? നിങ്ങളിവിടെ വേസ്റ്റ് ആക്കുന്നത് നിങ്ങൾ തന്നെ സെറ്റാക്കണം, ഓക്കെ? മനസ്സിലായല്ലോ? ഓക്കെ, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് അവൾ വീണ്ടും കാറുമായി ഇറങ്ങി. ശരിക്കും ജസീർ പറഞ്ഞു, ഉമ്മ
വേണ്ടാത്തതെടുത്ത് തലയിൽ വെച്ചു. അഥവാ പറ്റിയത്. ഇപ്പോൾ അനങ്ങാനും തിരിയാനും ഒന്നിനും പറ്റണില്ലല്ലോ. എന്താ ജസീറ, എങ്ങനെയുണ്ട്? എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നല്ലോ അവളങ്ങ് കെട്ടിയപ്പോൾ. ഉമ്മ, അവളെനിക്ക് കിട്ടണം എന്ന് നല്ല വാശിയുണ്ടായിരുന്നു. അതായത് മറ്റൊന്നുമല്ല, അവൾ അന്ന് എൻ്റെ കയ്യിൽ നിന്ന് എഴുതിപ്പോയതാണ്. അവൾ എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അവളെക്കുറിച്ചൊന്ന് അറിയണം, അതിന് വേണ്ടിയിട്ട്. ഇപ്പം മനസ്സിലായല്ലോ അവൾ എന്താണെന്നുള്ളത്. 3-4 ദിവസം കൊണ്ടൊക്കെ പഠിഞ്ഞല്ലോ. അല്പസമയം കഴിഞ്ഞപ്പോൾ നൂർജഹാൻ തിരിച്ചു വന്നു. അവൾ എന്തൊക്കെയോ ഫയലുകളും കാര്യങ്ങളും അവളുടെ കമ്പ്യൂട്ടറിലൊക്കെ നോക്കുന്നൊരു തിരക്കിലായിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ഡെലിവറി ബോയ് വരുന്നു. ബെല്ലടിച്ചു. ആ ഓക്കെ. ആ ഫുഡ് ക്യാഷ് ഓൺ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. നല്ല സ്പെഷ്യൽ മന്തിയും അൽഫാമുമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. രാത്രിയേക്കുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളും ഒന്നും വീട്ടിലുണ്ടാക്കിയിട്ടില്ല. അവൾ അത് അവിടെ ടേബിളിൽ വെച്ചു. എന്നാൽ ഉമ്മ പറഞ്ഞു, എടാ ചക്ക, വേഗം പോയിരുന്നോ, അവിടെ എന്തൊക്കെയോ കൊടന്നു വെച്ചിരിക്കണതാ. എന്നാൽ അവർക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. മറ്റൊരു സെർവൻ്റ് ആകുമ്പോൾ ഈവനിങ്ങിൽ ഒരു സ്നാക്ക്, പിന്നെ വൈകുന്നേരത്തിന് വേറെ, രാത്രിയൊക്കെ വേറെ, അങ്ങനെ പല ഐറ്റംസും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ ആ തള്ളയാണെങ്കിൽ അടുക്കളയിലും കയറുന്നില്ല, നൂർജഹാനും കയറുന്നില്ല. ശരിക്കും ജസീറിന് ദേഷ്യമാണ് പിടിച്ചത്. രണ്ടുപേരും വാശിക്ക് നിന്നോളി, എനിക്ക് വിശന്നിട്ട് വയ്യ. അതിനിടയിലാണ് അവൾ ആ മന്തിയും അൽഫാമും ഓർഡർ ചെയ്തത്. അവൾ പെട്ടെന്ന് തന്നെ അത് ഓപ്പൺ ചെയ്തു. വാവ്, ഹണി ചിക്കൻ. ഈ ഹണി ചിക്കന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ഈ ഹണി ചിക്കൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റാണ്. വാവ്, ഇത് നല്ല സ്പെഷ്യൽ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ഞാൻ. ഉമ്മ, ജസീർ ഇരിക്കുന്നില്ലേ? ഇരുന്നോളൂ, ഇതെൻ്റെ മര്യാദ. അവൾ പെട്ടെന്ന് തന്നെ അവിടെ ഇരുന്നു. പ്ലേറ്റ് എടുത്ത് വന്നിരുന്നോളൂ, എല്ലാവർക്കും ഉള്ളുണ്ട് ഇഷ്ടം പോലെ. എന്നാൽ അതാ ദേഷ്യം കൊണ്ട് ജസീറിന് ഇരിക്കാൻ തോന്നിയില്ല. ഉമ്മാക്കും അതെ, അവളെ നക്കാപ്പിച്ച് തിന്നാനേ എന്നെ കിട്ടില്ല. അവൾ അവിടെ ഇരുന്ന് കൽപ്പിക്കുക, വന്നിരുന്നോളൂ. അവൾ എനിക്ക് വിളമ്പി തരേണ്ടതല്ലേ. എന്നിട്ടിപ്പോൾ അവൾ അവിടെ ഇരുന്നിട്ട് എന്നെ കൊണ്ട് കൽപ്പിക്കുക. മോനെ, അനക്ക് വേണമെന്നുണ്ടെങ്കിൽ മണിയെ നീച്ചോ, അല്ലാന്നുണ്ടെങ്കിലേ ഈ പട്ടിണി ഇടുന്ന പുറത്ത് പോയി കഴിച്ചോ. ഞാനിപ്പോൾ പുറത്ത് പോയി, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, വേണമെങ്കിൽ കഴിച്ചു. എന്തോ ഉമ്മ ജസീർ, വേണ്ടേ ഒന്നും? നിങ്ങൾക്ക് വേണ്ട, ഞാൻ കഴിക്കട്ടെ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നു. അവളതാ പ്ലേറ്റിലേക്ക് മന്തിയിട്ട് മയോണൈസ് ഒഴിച്ച് അതിലേക്കുള്ള സോസ് ഒഴിച്ച് നല്ല ഹണി ചിക്കൻ്റെ ഒരു കാലുയർത്തി പിടിച്ച് പറയുന്നു, വാവ്, ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഈ ഹണി ചിക്കൻ എന്ന് വെച്ചാൽ വളരെ ഫേവറേറ്റാണ് എൻ്റെ. ഇതിലുള്ള വെളുത്ത എള്ളുകൾ ആ ഒരു ഭയങ്കര ഒരു ടേസ്റ്റാണ് അതിന്. അവൾ ആ ലെഗ് പീസ് എടുത്തിട്ട് ഇങ്ങനെ കടിച്ച് വലിക്കുന്നു. ഓഹ്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും ഉമ്മയുടെയും ജസീറിൻ്റെയും മനസ്സിൽ ദേഷ്യമാണ് വന്നത്. അവർക്ക് വിശക്കുന്നുണ്ട്, ദേഷ്യമുണ്ട്. എന്താ ഉമ്മ നോക്കി നിൽക്കുന്നത്? ഫുഡ് വേണ്ടേ? എന്താ നേരത്തെ കോഫി ഉണ്ടാക്കി തരാത്തതിൻ്റെ ദേഷ്യമാണോ? അത് പിന്നെ എൻ്റെ കോഫി നിങ്ങൾക്കൊന്നും പറ്റില്ല. ഞാനൊരു സ്പെഷ്യലായിരിക്കും, ഞാൻ കൂടുതൽ ഷുഗർ യൂസ് ചെയ്യാറില്ല. പിന്നെ കുറച്ചൊക്കെ ഹെൽത്തി നോക്കണ്ടേ എന്ന് കരുതിയിട്ട് മന്തിയൊന്നും ഒഴിവാക്കാനും വയ്യട്ടെ, വല്ലപ്പോഴും അല്ലേ. ഇരിക്കും നിങ്ങളെ. എന്താ നിങ്ങൾ ഗസ്റ്റുകളെ പോലെ? ഞാനാണോ ഇവിടുത്തെ ഗസ്റ്റ്, അത് നിങ്ങളാണോ? ശരിക്കും അവളുടെ വാക്കുകൾ കേട്ട് ഉമ്മാക്ക് ആകപ്പാടെ. എന്നാൽ നിങ്ങൾ ഇരിക്കുന്നില്ലെങ്കിൽ ഓക്കെ, ഞാൻ കഴിക്കട്ടെ. അവൾ പെട്ടെന്ന് തന്നെ അതെല്ലാം കഴിച്ചു തുടങ്ങി. ഏകദേശം അൽഹംദുലില്ലാ സൂപ്പറായിട്ടുണ്ട്, നല്ല അടിപൊളിയാണ്. അത് നിങ്ങൾക്കുള്ളതും ഉണ്ട് ഇതിൽ, വേണമെങ്കിൽ കഴിച്ചോളൂ. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഏറെ പറഞ്ഞിരുന്നു. എന്നാൽ ദേഷ്യം കൊണ്ട് അവൻക്ക് ജസീറിന് എന്ത് പറയണമെന്ന് അറിയുന്നില്ല. വേണമെങ്കിൽ ഇരുന്ന് തിന്നോ, ഉമ്മ പറഞ്ഞു. അവൾ എഴുന്നേറ്റ് കൈ കഴുകി. പിന്നെ ലാസ്റ്റ് ഈ പ്ലേറ്റ്സൊക്കെ ഒന്ന് എടുത്തു വെക്കണം കേട്ടോ, ഞാൻ ജസ്റ്റ് അതിൽ വിട്ടിട്ട് തന്നെ കഴിച്ചതാണ്. ഓക്കെ, ആകെ പരത്തിയിട്ട് പോകരുത് കേട്ടോ. ഓക്കെ. അവൾ വേഗം ആ റൂമിലേക്ക് കയറി, ജസീറിൻ്റെ റൂമിലേക്ക്. അതാണല്ലോ അവളുടെ മണിയറ. അങ്ങനെ ജസീർ വരുവോളം അവൾ കാത്തിരുന്നു. എന്താ അല്ലേ വൈബ്. എന്നാൽ അവൾക്ക് തോന്നി അവർ ഭക്ഷണം കഴിക്കുന്നില്ലേ. ജസ്റ്റ് ആ ക്യാമറയിൽ ഒന്ന് അവൾ നോക്കി. കഴിക്കുന്നുണ്ട്, രണ്ടും കൂടെ കഴിക്കട്ടെ, നന്നായിട്ട് കഴിക്കട്ടെ. എന്നാൽ ജസീർ ഭക്ഷണം കഴിക്കുന്നതിനായിട്ട് പറയുന്നു, ഉമ്മ ഇതൊന്നും എനിക്ക് പറ്റിയ കേസല്ല. അതായത് അവളിവിടെ ഇരിക്കുകയാണ്, എന്നിട്ട് ഞാനിങ്ങനെ അവിടെ നോക്കി നിൽക്കുക. എന്തൊരു മര്യാദയാണിത്. എടാ മോനെ, സഹിച്ചോ, നീയായിട്ട് തന്നെയല്ലേ.
ഉമ്മ ഞാനത് അവളെ ഒന്ന് ഇടങ്ങാറാക്കണമെന്ന് വിചാരിച്ചിട്ടാണ്, അല്ലാതെ അവളെ ഒരുപാട് സുഖിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല. ഞാൻ അതിന് വേണ്ടിയിട്ടാണ്, അവളൊരു പാഠം പഠിപ്പിക്കണം, എൻ്റെ പരിധിയിൽ അവളെ വരുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ശ്രമിച്ചത്. അല്ലാതെ വെറുതെ ഒന്നും അവൾക്ക് സുഖം കൊണ്ട് കൊല്ലാനൊന്നുമല്ല. ഉമ്മ അത് കേട്ട് ചിരിച്ചു. നല്ല കൊടുക്കേണ്ടി കൈ കിട്ടുന്നിടത്തോളം നല്ല വെച്ചാൽ എങ്ങനെയൊക്കെയാണ് ഓളെനിക്ക് പാട്ടിലാക്കാൻ കഴിഞ്ഞുകൊണ്ട് തല്ലാൻ കഴിയണം അത്ര തല്ലിക്കോ. നല്ലോണം ചെപ്പ കുറ്റിക്ക് കൊടുക്കണം അങ്ങനത്തെ സ്വഭാവത്തിന്. എന്തൊരു സ്വഭാവം അവൾ കാട്ടിക്കൂട്ടുന്നത്. ഒരു ഭർത്താവായി ഇവിടെ നിൽക്കുമ്പോൾ, ഭർത്താവിന് ഉമ്മയായി ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഓൾ ഒറ്റയ്ക്ക് ഹണേശിക്കനും മന്തിയും കഴിക്കണം നമ്മളെ മുമ്പിൽ വെച്ച്. എന്താന്നില്ല നാണം കെട്ട വർഗം. അവളൊരു പാഠം പഠിപ്പിക്കണം. പിന്നെ ജസീർ നല്ലോണം തല്ലിക്കൊണ്ട് തല്ലലിനൊരു കുറവും വരുത്തരുത്. അവൾ അഹങ്കാരം കുറക്കണം കേട്ടോ. കയ്യുടെ കിട്ടേണ്ടി വെച്ച് തല്ലുകൊണ്ട് അഥവാ കേസ് അങ്ങനെ കൊടുക്കണേ എന്നെ ഉപദ്രവിച്ചിട്ട് തന്നെ പറഞ്ഞോണ്ടേ, മനസ്സിലായല്ലോ? സുഖമില്ല എന്ന് പറഞ്ഞോണ്ടേ, അല്ലാതെ ഇപ്പോൾ എന്താ ചെയ്യുക? ഉമ്മാക്കത് പറഞ്ഞാൽ മതി. എന്നിട്ട് വേണം പിന്നെ. എന്താടാ ഈ വേറെന്തെങ്കിലും കള്ളത്തരത്തിൽ പെട്ടുക്കണോ? ഇല്ല. എന്നാലും ഇപ്പോൾ ആ സഫീറല്ലേ എങ്ങോട്ടായിരിക്കും മുങ്ങിയത്? ഉമ്മ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ആ ചെക്കൻ ആ കല്യാണ ദിവസം മുങ്ങിയൊരു മുങ്ങൽ അവനിങ്ങോട്ട് വരട്ടെ, ഞാൻ കാട്ടിക്കൊടുക്കാം. എന്നാൽ ജസീർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉമ്മ അവനിഞ്ഞ് വരികയാണെങ്കിലും വലിയ ഉറപ്പൊന്നുമില്ല വരുന്ന കാര്യം. എന്താണ് മോനെ ഈ പറയണത്? അല്ല ഞാൻ പറയാം, അവനിഞ്ഞ് പ്രതീക്ഷിക്കൊന്നും വേണ്ടാന്ന്. എടാ ഈ ഓനും എനിക്ക് ഒരുപോലെ തന്നെയാണ്. ഉമ്മ അങ്ങനെയല്ലല്ലോ പറഞ്ഞിരുന്നത്. അവന് ഉമ്മമാരോടാണ് കൂടുതൽ ഇഷ്ടം, എൻ്റെ മോൻ ഇയാണെന്നൊക്കെ പറഞ്ഞെന്ന് ഇപ്പം പെട്ടെന്ന് വാക്ക് മാറിയോ? എടാ എന്നാലും ഞാൻ പെറ്റ തള്ളല്ലേ. എവിടെയാണാവോ അവൻ പോയത്? വിളിച്ചു നോക്കിയിട്ട് സ്വിച്ച് ഓഫ് ആണ്. ഞാൻ വിളിച്ചു നോക്കി എവിടെ വിചാരിച്ചു കണ്ട്. എന്നാൽ ജസീറിൻ്റെ മനസ്സിൽ ഒരു കള്ളച്ചിരി അതാ ഉയരുന്നു. അത് അവനറിയാം എവിടെയാണ് സഫീർ എന്ന്. പക്ഷേ അവൻ കുറച്ചങ്ങനെ കിടക്കട്ടെ. ഒരിക്കൽ പോലും പോലീസ് അന്വേഷണമുള്ള കാര്യമൊന്നും അറിഞ്ഞില്ല. അല്ലെങ്കിൽ ആരന്വേഷിക്കാനാണ് ഉള്ളത്? ഈ ജ്യേഷ്ഠനും ഈ ഉമ്മയൊക്കെയല്ലേ. പിന്നെ പാവം റിസ്വാൻ വക്കീൽ, അവളാണെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് നിൽക്കുകയായിരുന്നു. ഭർത്താവ് വിവാഹത്തിന് പോയതാണെന്ന് വിചാരിച്ച്. എന്തൊക്കെ തന്നെയായാലും നമ്മുടെ സഫീർ എവിടെയാണ്? ശരിക്കും നൂർജഹാന് നല്ലൊരു പണി സഫീറിനും ഉമ്മാക്കും കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് അവളുടെ ചോദ്യം അതായിരിക്കും. അപ്പോൾ ജസീർ എത്രമാത്രം ഉത്തരം സത്യം പറയും അതോ കളവ് പറയുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.